ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ അശ്വതി ശ്രീമിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യത്തിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മലയാളികളാണ്. ഒട്ടുമിക്ക മലയാളികളും അവരുടെ സ്വീകരണ മുറിയിൽ ഒരു രാത്രി 9:30 മണി തൊട്ട് 10:30 മണി വരെ ഏകദേശം ഒട്ടുമിക്ക ഭൂരിഭാഗം ആൾക്കാരും ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും നമുക്ക് നീതിക്ക് നിരക്കാത്തത് നമുക്കത് എന്തുവാ ഇത് ഇങ്ങനെയൊക്കെ എല്ലാവരും കാണുന്നതല്ല, ഇങ്ങനെയൊക്കെ എന്തിനാണ് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് തോന്നുന്ന കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ ആ ഷോയിൽ കാണുന്നുണ്ട്. മിക്ക കാര്യങ്ങളും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊരു പ്ലേയുടെ ഗെയിമല്ലേ, ഒരു പ്ലേ അല്ലേ, അപ്പോൾ അവരുടെ ഒരു ടാസ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഗെയിം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ അവരുടെ എന്താണ് ആ ഗെയിമിൻ്റെ പാർട്ട് അല്ലെങ്കിൽ ആ പ്ലേയുടെ പാർട്ട് അതവർ കളിക്കുമല്ലേ എന്ന് നമുക്ക് അങ്ങ് തോന്നി നമുക്ക് തള്ളിക്കളയാൻ പറ്റും. പക്ഷേ ചിലതൊന്നും നമ്മുടെ മനസാക്ഷിക്ക് പോലും നിരക്കാത്ത കുറേ കാര്യങ്ങളാണ് അതിൽ കണ്ടുവരുന്നത്. ഇതിപ്പം ബിഗ് ബോസിൻ്റെ 7th സീസണാണ്. പക്ഷേ ഈ മറ്റ് 6 സീസണിൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു ആളൊന്നും അല്ല. എന്നിരുന്നാലും ഈ സീസണിന് ഒട്ടുമിക്ക എപ്പിസോഡ്സും 9:30 to 10:30 നൈറ്റ് കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ ഫേവറേറ്റ്സ് ഉണ്ടാവും. ചില കണ്ടസ്റ്റൻസിനോട് നമുക്കൊരു താല്പര്യം ഉണ്ടാവും, ചില കണ്ടസ്റ്റൻസിനോട് നമുക്ക് ഭയങ്കരമായിട്ട് വെറുപ്പുണ്ടാവും, അങ്ങനെ ചില കണ്ടസ്റ്റൻസിനോട് നമുക്കുണ്ടായിരുന്ന വെറുപ്പില്ലാണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ എനിക്ക് വെറുപ്പുണ്ടായിരുന്നൊരു കണ്ടസ്റ്റൻറ്റിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് രേണു സുധിയാണ്. പക്ഷേ എനിക്ക് പുള്ളിക്കാരി ഇപ്പം അതിൽ നിന്ന് ഇറങ്ങിത്തോടി വീണ്ടും വെറുപ്പുമല്ല ഇഷ്ടക്കേടുമല്ല ഒരു തരം നമുക്ക് കഷ്ടമായി ഇപ്പോൾ എന്താ ഇങ്ങനെ എന്ന് നമുക്ക് തോന്നലുണ്ടായി തുടങ്ങിയിട്ടുണ്ടല്ലേ രേണു സുധിയുടെ കേസിൽ. അതവിടെ നിൽക്കട്ടെ, തൽക്കാലം രേണുവിൻ്റെ വഴിക്ക് എന്നെ വിട്ടേക്കാം. നമുക്കിപ്പം വിഷയത്തിലോട്ട് വരാം. ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം രാത്രി 9:30 ഷോയിൽ ആ എപ്പിസോഡിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. നെവിനും ഷാനവാസും തമ്മിൽ ഒരു കിച്ചണിൽ ഒരു ഇഷ്യൂ വന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവസാന സംസാരം ഒരു പരിധി വിട്ടപ്പോഴത്തേക്ക് നെവിൻ ഷാനവാസിനെ പാലിൻ്റെ കവർ പൊട്ടിച്ച് മേത്തൊഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഷാനവാസ് നമുക്കറിയാവുന്നൊരു അദ്ദേഹം ഒരു പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് എന്ന് വെച്ചാൽ ഹാർട്ട് പേഷ്യൻ്റാണ്. ഇടയ്ക്ക് ഹാർട്ടിനെ സംബന്ധിച്ച അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാനും ഒരു ചാനലിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഹാർട്ട് പേഷ്യൻ്റ് അല്ല, വെറും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെൽത്തി പേഴ്സൺ ആയിക്കോട്ടെ. ഒരു കണ്ടസ്റ്റൻറ്റ് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ നമ്മൾ ബോഡിയിൽ ടച്ച് ചെയ്തിട്ടൊക്കെ ഉള്ളൊരു രീതി വേണ്ട എന്ന് വെച്ചാൽ സ്നേഹത്തോടെയല്ല, ഈ മനഃപൂർവ്വം ഈ ഒരു വഴക്കിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ബോഡി ടച്ച് ചെയ്തിട്ടുള്ള അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്ന നമ്മുടെ ഡോക്ടർ റോബിൻ്റെ സീസണിൽ റിയാസും ഡോക്ടർ റോബിനും തമ്മിലൊരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ റോബിൻ റിയാസിനെ തല്ലിയതിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ റോബിൻ എന്ന് പറയുന്നത്. വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് അപ്പോൾ ആ ഷോയിൽ നിന്ന് പുറത്താക്കിയത്. അപ്പം ഈ നെവിൻ്റെ കേസിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പുറത്താക്കൽ വന്നില്ല എന്നത് നിങ്ങൾക്കും എനിക്കും ഒരേപോലെ തോന്നിയിട്ടുണ്ട്. അപ്പം നെവിൻ ആ ഷാനവാസിനെ ഷാനവാസ് എന്ന് പറയത്തില്ല, ഷാനവാസ് ഇക്കയുടെ മേലെ ഇങ്ങനെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പുള്ളി വയ്യായിക വന്നിട്ട് തളർന്ന് വീഴുവാണ്. അപ്പോഴും നെവിനും ആര്യനും കൂടെ പറയുന്നു ഷോയാണ് അതങ്ങനെയൊക്കെ കാണിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നത് ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിട്ട് എനിക്ക് ഒരു വല്ലാത്തൊരു ഫീലിങ്സ് തോന്നി. ഇപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും വിഷമം തോന്നിയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാമെന്ന്. അപ്പം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത്, ഉടനെ മാറ്റണം, കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോകണം, അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം, കൺഫെഷൻ റൂമിൽ കൊണ്ടുപോവുകയും തുടർന്ന് നമ്മൾ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റിനായിട്ട് ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയൊക്കെ ചെയ്ത് കണ്ട്. അപ്പോൾ കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴാണ് ആര്യനും നെവിനും അക്ബറിനും ഒക്കെ ഒരു ബോധം ഉണ്ടായത്. അദ്ദേഹം തളർന്ന് വീണപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആദില, നൂറ, അനുമോള്, അനീഷ്, സാബുമാൻ, ബാക്കി ഇത്രയും പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ ഓടി വന്ന് അദ്ദേഹത്തിന് താങ്ങുകയും വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അദ്ദേഹം ചോദിക്കുന്നുണ്ട് എനിക്കിത് വെള്ളം തരാമോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരൊക്കെ ഇത് കൊടുക്കുന്ന സമയത്ത് അവർ നോക്കിക്കൊണ്ട് നിന്നിട്ട് അദ്ദേഹത്തിനെ താങ്ങിയെടുത്ത് ബിഗ് ബോസ് പറയുന്നത് കേട്ടിട്ട് കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ആർക്ക് ബോധം ഉണ്ടായത്? ആര്യനും അക്ബറിനും ഒക്കെ ബോധം ഉണ്ടായി. ആര്യൻ ഉടനെ വന്ന് ഷാനവാസിക്കെ വന്ന് പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നൂറ പറയുന്നുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് ഷോയാണെന്ന്, പിന്നെ എന്തിനാ പിടിക്കുന്നതെന്ന് പറയുമ്പോൾ ആര്യൻ മുട്ടുകൈ വെച്ച് അനുമോളെ ഇങ്ങനെ തള്ളി മാറ്റുന്നുണ്ട്. അതൊക്കെ ശരിയാണോ? പ്രത്യേകിച്ചും സ്ത്രീകളോടുള്ള അക്രമമൊക്കെ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് അതെന്ന് വെച്ചാൽ ആ സമയത്താണ് അവർക്ക് ബോധോദയം ഉണ്ടായത്. എന്താണ് ഇത് മലയാളികളെല്ലാവരും കാണുന്ന ഒരു ഷോയാണ്, മലയാളികളെല്ലാവരും അല്ല ഒട്ടുമിക്ക ആൾക്കാരും കാണുന്ന ഷോയാണ്, മാത്രമല്ല മോഹൻലാൽ കാണുന്നതാണ്. അപ്പോൾ അദ്ദേഹം വീക്കെൻഡിൽ വന്നിട്ട് ഇതിന് പനിഷ്മെൻറ്റ് കൊടുക്കും, അദ്ദേഹം അതിനു വേണ്ടി എന്താണെന്ന് അതിനെക്കുറിച്ച് അവിടെ വഴക്ക് പറയും എന്നൊരു ബോധം ആര്യനും അക്ബറിനും ഒക്കെ അപ്പോഴുണ്ടാവുകയും അപ്പോൾ നെവിനെയല്ല ഷാനവാസിക്ക് വന്ന് താങ്ങാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തിനെ കൊണ്ട് കൺഫെഷൻ റൂമിൽ കൊണ്ടുപോകും, ട്രീറ്റ്മെൻറ്റിനൊക്കെ വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇനിയേ വരത്തുള്ളൂ, ഇനി 9:30 വരത്തുള്ളൂ. ഞാൻ ലൈവ് ഒന്ന് കണ്ടതെന്ന് വെച്ചാൽ ആര്യനല്ല നെവിൻ അനുമോൾ കിടക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് അനുമോളുടെ ബെഡിൽ കിടക്കുകയാണ്. അനുമോൾ പാവം കുട്ടിയാണെന്നൊന്നും പറയുന്നില്ല, അത്യാവശ്യം ആക്കും തൻ്റെയോടും ഒക്കെയുള്ള കഴിവൊക്കെയുള്ള കുട്ടിയാണ്, വഴക്കിനൊക്കെ പോകാനും പുള്ളിക്കാരി മിടിക്കുകയാണ്. എന്നാലും പറയട്ടെ, അവൾ എന്തായാലും എപ്പോഴവിടെ വെറുതെ കിടക്കുമായിരുന്നു. അനുമോളവിടെ കിടന്നപ്പോഴത്തേക്ക് നെവിന് കപ്പിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ദേഹത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആര്യൻ്റെ അടുത്താണ് പറയുന്നത്. അപ്പോൾ ആര്യൻ വളരെ സന്തോഷത്തോടു കൂടി എടാ നീ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നതിന് പകരം സന്തോഷത്തോടു കൂടി വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നു. അപ്പം വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് ആ സമയത്ത് അനുമോൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ കപ്പിന് വേണ്ടി പിടിക്കുകയും ഒരു ബഹളവും പിടിവലിയൊക്കെ ഉണ്ടായിട്ട് നെവിൻ പിന്നെ ചെയ്യുന്ന വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അനുമോള ആ ബെഡിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പം അതിൻ്റെ അകത്ത് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്, കാല് മൊത്തവും വെള്ളത്തിലിങ്ങനെ നിൽക്കുന്നു, വെള്ളം ബെഡിലിങ്ങനെ കെട്ടി നിൽക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? നമ്മളിപ്പോൾ ലൈവ് ഷോ മീൻസ് ഒരു റിയാലിറ്റി ഷോയാണ്, ലൈവ് ഷോയും കൂടെയാണ്. അപ്പം 24/7 എപ്പോഴും കാണുന്നതും കൂടെയാണ്. അപ്പോഴത്തേക്ക് ഈ നമ്മളിപ്പോൾ ഒരു ഷോ ആയാലും ഒരു പ്രോഗ്രാം ആയാലും ഒരു ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നത് അതിൻ്റെ അകത്തൊരിതുണ്ട് എന്ന് വെച്ചാൽ ലോജിക്കൽ എന്ന് വെച്ചാൽ നമ്മളിപ്പം കാണുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അതിലൊരു അഡ്വൈസ് ഉണ്ടാവണം ഇല്ലേ, ഒരു അഡ്വൈസ് അല്ലെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാനായിട്ട് എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു മൂവി കണ്ടാലും അതൊരു നല്ല മൂവിയാണെന്ന് നമുക്കത് ഒന്ന് വാല്യൂ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ നമുക്ക് ആ സിനിമയിൽ നിന്ന് നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കുറേ സീക്വൻസസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൊള്ളായിരുന്നു. വെറും അടിയും ഇടിയും തല്ലും കുത്തുവാണെങ്കിൽ നമ്മളെ കണക്കുള്ള ഒരു പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളാനും അതിനെക്കുറിച്ച് വിലയിരുത്താനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ ഫുൾ കോമഡി ആയിരിക്കണം. കോമഡി നമ്മുടെ ടൈം പാസ്, കോമഡി കണ്ട് ചിരിച്ച് വട്ടായെന്നൊക്കെ പറയും. എനിക്കാണെങ്കിൽ കോമഡി കാണുന്നതിന് ഇഷ്ടം. നമ്മളിപ്പം തിയേറ്ററിൽ പോയി പൈസയൊക്കെ കൊടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാനങ്ങനെ കാണാനൊന്നും പോകത്തില്ല, എന്നാലും ജസ്റ്റ് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം കോമഡി ആണെങ്കിലും അത് നമുക്ക് ടൈം പാസ് അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു സിനിമ കാണുന്നതിൽ, അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സീരിയലൊന്നും കാണില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനെന്തായാലും കാണുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. സീരിയലോടൊന്നും അടച്ചാക്ഷേപിക്കുകയൊന്നുമല്ല, സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടോ, നമുക്കത് ഇപ്പം മ്യൂസിക്കൽ പ്രോഗ്രാം പറയാം, നമുക്കതൊരു എൻ്റർടൈൻമെൻറ്റാണ്. പിന്നെ നമുക്ക് അറിയാത്ത കുറേ അറിവുകൾ നമ്മുടെ കുറേ അറിവുകൾ വർദ്ധിക്കുന്നതിന് നമുക്ക് കുട്ടികളെയൊക്കെ നമുക്കിങ്ങനെ പറയാൻ കണ്ടാൽ നമുക്കിപ്പം ഒരു പാട്ട്, നമ്മളിപ്പം ഈ മ്യൂസിക്കൽ ഷോസൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ പാട്ടിനെ കുറിച്ചൊക്കെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളത് ഞാൻ അത്യാവശ്യം മൂളിപ്പാട്ട് എങ്കിലും പാടുന്നൊരു വ്യക്തിയാണ്. കൊള്ളാമോ കൊള്ളൂലെന്നൊന്നും എൻ്റെ പാട്ടിനെ കുറിച്ച് ഞാൻ വിലയിരുത്താറില്ല. എനിക്കിഷ്ടമാണ്, പാടുന്നത് ഇഷ്ടമാണ്. കുക്കിംഗ് ടൈമിനാണെങ്കിലും ക്ലീനിങ് ടൈമിനാണെങ്കിലും പാടിക്കൊണ്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നേക്കാളും എനിക്കൊരു എൻ്റർടൈൻമെൻറ്റാണ് പാടിക്കൊണ്ട് ചെയ്യുക. എന്ത് ചെയ്താലും അത് ഇത്തിരി രസകരമായി ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുക. അതിപ്പം നമ്മളിപ്പം പാടിക്കൊണ്ടാണ് ഒരു വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണത് ആ ജോലിയുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടത് പറ്റും. അപ്പോൾ അതേ കണക്ക് നമ്മൾ ഈ ബിഗ് ബോസ് ഷോ കാണുന്നതിനാണ് രാത്രി 9:30 to 10:30 ആണ് നമ്മളിത് കാണുന്നത്. 9:30 to 10:30 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മുടെ കുട്ടികളുള്ളവരാണ്. അപ്പോൾ എനിക്കും 2 കുഞ്ഞുങ്ങളുള്ളതാണ്. നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മളെ അടുത്ത് പാരൻസിൻ്റെ അടുത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് നേരം ഇരിക്കാനായിട്ട് വരുന്നൊരു സമയമായിരിക്കും. ആ സമയത്ത് നമ്മുടെ കൂടെ കുട്ടികളും ഉണ്ടാവും. അപ്പം കുട്ടികൾ ഉൾപ്പെടെയുള്ള ഫാമിലി എല്ലാവരും കൂടെ കാണും, മുതിർന്നവരുണ്ടാവും. അപ്പോൾ ഇത്രയും ഒരുമാതിരി തെരുവിൽ പട്ടികൾ ഇടന്ന് തല്ലുണ്ടാക്കുന്നതാണോ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നൊരു വലിയൊരു ചാനൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത്? ഇത്തരം തല്ലുകൂടുന്ന ഇതിപ്പം ആൾക്കാർ തല്ലുണ്ടാക്കുന്നതിന് ബിഗ് ബോസിനോ അല്ലെങ്കിൽ ചാനലിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഈ തല്ലുണ്ടാക്കുന്ന കണ്ടസ്റ്റൻസ് ആരാണെങ്കിലും അപ്പോഴേ ചെവിക്ക് പിടിച്ച് പിറത്തോട്ടങ്ങ് കളയാം ഇല്ലേ. ഇപ്പം ആർക്കും ആരെയും തല്ലാനൊന്നും ആരും അധികാരം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആരുടെയും ബോഡി നോവിക്കാനോ അല്ലെങ്കിൽ കുത്താനോ നുള്ളാനോ പിച്ചാനൊന്നും ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. അതിപ്പോഴും ഷോയിലാണെങ്കിലും ശരി, റിയൽ ലൈഫിലാണെങ്കിലും അവരവരുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചേക്കണം. അപ്പം നെവിന് ആരോഗ്യം കൂടുതലാണ്. അപ്പോൾ ഷാനവാസിക്ക് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നെവിൻ എന്ത് ചെയ്യണം?
തന്നേക്കാളും ആരോഗ്യമുള്ള ഒരാളിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ ഒരു സിംഹത്തിൻ്റെ അടുത്ത് പോയി ശക്തി പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറയണം. നമ്മളിപ്പോൾ നമ്മുടെ ആരോഗ്യം പ്രകടിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ എന്തൊരു ഫ്രസ്ട്രേഷനും ഡിപ്രഷനും ഒക്കെ പ്രകടിപ്പിക്കേണ്ടത് നമ്മളെക്കാളും ആരോഗ്യം കുറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെക്കാളും സ്വാധീനം കുറഞ്ഞൊരു വ്യക്തിയുടെ അടുത്തല്ല ഒരിക്കലും. നമ്മളെക്കാളും ശക്തിയുള്ള ഒരു വ്യക്തിയോട് വേണം കാണിക്കേണ്ടതെന്നാണ്. അത് വ്യക്തി ആയാലും വ്യക്തിയെ കിട്ടിയില്ല, ആനിമലായാലും മതിയല്ല. സിംഹമുണ്ട്, ആനയുണ്ട്, പിന്നെ തൻ്റെ എന്താണ് ആരോഗ്യം പ്രകടിപ്പിക്കാനായിട്ടൊക്കെ ആൾക്കാരുണ്ട്. മൃഗങ്ങളെ കിട്ടും, മൃഗങ്ങളെടുത്തായാലും കുഴപ്പമില്ല. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, അതെന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരുന്നതാണ്. ഹാവ് എ നൈസ് ഡേ ടു